അതായത് ഈ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത് കേരള ഗവൺമെൻറ്റും കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഗവൺമെൻറ് നടത്തിയതിന് ശേഷം ഇത്രയും വലിയ വിവാദങ്ങൾ 4 മാസത്തിന് ശേഷം ഒരു വിവരാവകാശ രേഖ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നും മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യമാണ്. അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ളൊരു മറുപടിയാണ്. കാരണം ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശപ്രകാരമുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് തിരുവമ്പാടി, പാറമക്കാവ് ദേവസ്വത്തിൻ്റെ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇവർ ചർച്ച നടത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൊഴി രേഖപ്പെടുത്തിയതൊക്കെ നാടകമായിരുന്നു. ആർക്ക് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം ഈ രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണെന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് അല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടത് കേവലം ഒരു യാദൃശികമായി നടന്ന കാര്യമായിട്ട് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് യാദൃശികമായിട്ടുണ്ടായിട്ടുള്ളൊരു കാര്യമായി മാത്രം പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ പിന്നിൽ ആ പൂരം കലക്കിയത് ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടത്തി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടന്നിട്ടുള്ള ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരത്തെ അലങ്കോലപ്പെടുത്തുക എന്നുള്ളത്. അലങ്കോലപ്പെടുത്തുന്നവർക്കിടയിൽ അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തൃശ്ശൂർ പൂരം പോലെയുള്ളൊരു പൂരം കലക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ്? അത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പുറമെ അതിന് കൂട്ടുനിന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെങ്കിലും ആ വിവരങ്ങൾ മുഴുവനും പുറത്തു വരേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അത് ഗവൺമെൻറ് അങ്ങനെ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഞാൻ ഇന്നോ നാളെയോ വീണ്ടും ഇനിയിപ്പോൾ ഒരു മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള വിവരാവകാശത്തിൻ്റെ പുറത്താണ് ഈ വാർത്ത എന്നുണ്ടെങ്കിൽ ഞാനിത് നേരത്തെ വിവരാവകാശത്തിന് കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാനത് ചെയ്യേണ്ടതില്ല. കാരണം മുഖ്യമന്ത്രിക്ക് ഞാനൊരു കത്ത് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ കൊടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ നേരിട്ട് ഒരു വിവരാവകാശ അടിസ്ഥാനത്തിലുള്ള ഒരു അപേക്ഷ ചീഫ് സെക്രട്ടറിക്കും DGPക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവർ മറുപടി തരട്ടെ. അതിന് അന്വേഷണം നടന്നിട്ടില്ല എന്ന് പറയട്ടെ. ഇപ്പോൾ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണത്തെ പറ്റിയിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അന്വേഷണം നടന്ന കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ പലതുണ്ട്, ഈ പൂരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുത്തുനിന്ന് ചോദിക്കട്ടെ, ഞാൻ പറയാം, അവരോട് വെളിപ്പെടുത്താം ഞാൻ എല്ലാ കാര്യങ്ങൾ. അതല്ല ഇതിങ്ങനെ പൂരത്തിനെ സംബന്ധിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള മറുപടി ഇല്ലാതെ ഇതിങ്ങനെ തട്ടിപ്പൊത്തി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ജനങ്ങളോട് പറയും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയും, ഞാൻ ബാധ്യസ്ഥനാകും. മാത്രമല്ല ഇവിടെ ഒരു കാര്യം, നമ്മുടെ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പുറത്തു വരേണ്ടത് ഒരു സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്ന, ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്ന നിലയിലുള്ള എൻ്റെ ഒരു ആശങ്കയല്ല, ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ ആ പൂരത്തോട് അങ്ങേയറ്റത്തെ അഭിമാനത്തോടു കൂടി എനിക്ക് കൂടെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അതിൽ എനിക്കെതിരായ ഒരുപാട് അല്ലെങ്കിൽ കെ രാജനടക്കമുള്ള ആൾക്കാർ എതിരായിട്ട് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അന്നത്തെ തൃശ്ശൂർ കമ്മീഷണറെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തത് BJPയുടെ നേതാവാണ്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ട് കോടതിയിലേക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ റിപ്പോർട്ട് വേണമെന്ന് കോടതിയിൽ BJPയുടെ നേതാവിൻ്റെ വക്കീൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ കമ്മീഷണർക്കെതിരായ നടപടി സ്വീകരിക്കുന്നത് സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ അതിൻ്റെ പെരുമാറ്റച്ചട്ടം മാറിയതിന് ശേഷമാണ്. പെരുമാറ്റച്ചട്ടം മാറിയതിന് ശേഷമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത്, സ്ഥലം മാറ്റുന്നത്. അവിടെ വന്ന് ഇദ്ദേഹത്തെ സ്ഥലം മാറ്റേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ട ആരായിരുന്നു? BJP സ്ഥാനാർത്ഥിയായി ജയിച്ച ആളാണ് ഈ കമ്മീഷണർ സ്ഥലം മാറ്റേണ്ടതില്ല എന്ന് അഭിപ്രായപ്പെട്ട ആൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പൂരം അലങ്കോലപ്പെടുത്താൻ മുഖ്യ പങ്ക് വഹിച്ച പോലീസാണെന്ന് പറഞ്ഞ BJP തന്നെ, അല്ലെ സർക്കാരാണെന്ന് സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നിട്ട് അവർ പറയുന്നത് എന്താ? മന്ത്രിമാരും അവിടുത്തെ ആൾക്കാരും കൂടി കലക്കിയെന്നാണ്. ആരെ മന്ത്രിക്കും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതിനകത്ത്, ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്ക് എന്താ അതിനകത്ത് താല്പര്യം? പൂരം കലക്കേണ്ട താല്പര്യം എന്താണ്? അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായ രീതിയിൽ വോട്ട് ധ്രുവീകരണം ഉണ്ടാക്കാനും ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടാതിരിക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നിട്ടുള്ള ഒന്നാണ് ഈ പൂരം കലക്കലും ആ നാടകങ്ങളൊക്കെ. അതിനുശേഷമാണ് ഇവരിപ്പോൾ വന്നിട്ട് ഇപ്പോൾ യാതൊരു പ്രശ്നമില്ലല്ലോ, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് ഇവർക്ക് ആർക്കും ഒരു അഭിപ്രായങ്ങളില്ലല്ലോ. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ
പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ നല്ല ഉദ്യോഗസ്ഥന്മാർ പലയിടത്തും ഈ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ ആൾക്കാരാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൂടിയിട്ടാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ആരാണ് അതിനകത്ത് ഇടപെട്ടിട്ടുള്ള ആൾക്കാർ? ആരാണ്? അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അതിന് പങ്കുള്ള ആൾക്കാർ? ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ.